ഞങ്ങൾ അച്ഛനമ്മമാര് ഉള്ള സമയത്ത് തന്ന മണ്ണാണ്. ഞങ്ങൾ മരിക്കുന്നത് വരെ ഇവിടെ കിടക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യമുള്ളത്. വേറൊരു സ്ഥലത്തോട്ട് ഞങ്ങൾ പോകുന്നില്ല. നമുക്ക് പോകാനൊരു ഇടവുമില്ല. ഞങ്ങൾ ജനിച്ച നാട് തൊട്ട് ഈ മണ്ണിലാണ് താമസിക്കുന്നത്. ഈ മണ്ണ് വിട്ട് നമ്മൾ എങ്ങോട്ടും പോയില്ല. ഇവർ വന്ന് ഒരേന്ന് പറഞ്ഞ് ഈ മണ്ണ് അവർക്ക് കൊടുക്കണം, അവർ ഇടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നിൽക്കുന്നത്. നമ്മളോട് ഒരു അഭിപ്രായം ചോദിക്കാതെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഞാൻ താമസിക്കുന്ന ഈ പുരയിടത്തിന് ഈ ചേർന്ന് നടക്കുന്ന പുരയിടം അത് വേറൊരു വ്യക്തിയുടേതാണ്. അതിൻ്റെ ഉള്ളിൽ വലിയൊരു ഭയങ്കരമായൊരു പാറ ഇരിപ്പുണ്ട്. അപ്പോൾ ആ പാറ പൊട്ടിക്കാനായിട്ട് അവർ പാറ കോരിക്കാട്ട് അളന്ന് തിരിച്ച് കുറ്റിയൊക്കെ ഇട്ടിരിക്കുകയാണ്. ഇനി ഇവിടെ ഈ മണ്ണെടുക്കുന്നത് അതിനെ സംബന്ധിച്ചിട്ടുള്ളതാണെന്ന് തന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ചിലപ്പോൾ അങ്ങനെയും സാധ്യത ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഞാൻ അന്ന് ഈ മണ്ണെടുക്കുന്നതിനെ കുറിച്ച് ഞാൻ പ്രധാനമായിട്ടും പരാതി കൊടുത്തത് തന്നെ എൻ്റെ ഈ വീടിൻ്റെ നിലനിൽപ്പിനും എൻ്റെ കുടിവെള്ളം നിലനിൽക്കുന്നതിനും വേണ്ടിയിട്ട് മാത്രമാണ്. അതിൽ എനിക്ക് ഈ 3 ഭാഗങ്ങൾ അവർ മണ്ണെടുത്ത് എവിടെ നിർത്തുന്നു അവിടെ നിന്ന് എനിക്ക് ഈ സൈഡ് വാൾ കെട്ടിത്തരണമെന്നുള്ളതും അത് അവർ എടുത്ത് ഭൂമിയിൽ തറനിരപ്പിൽ എത്ര എടുത്ത് നിർത്തിക്കുന്നു ആ ഭൂമി നിരപ്പിൽ നിന്ന് 6 അടിയോളം താഴ്ത്തി 5 അടി വീതിക്ക് സൈഡ് വിത്തി കെട്ടിത്തരണം. അത് അവരുടെ പുരയിടത്തിലായിരുന്നാലും എൻ്റെ വസ്തുവിനോട് ചേർന്നായിരുന്നു. അങ്ങനെ കെട്ടി നിർത്തിക്കൊണ്ട് ഈ 3 ഭാഗങ്ങളും അങ്ങനെ കെട്ടിത്തന്നെങ്കിൽ മാത്രമേ ഞാൻ ഇതിനകത്ത് നിൽക്കത്തുള്ളൂ. ആ ഒരു കരാറാണ് എനിക്ക് വേണ്ടത്. അല്ലാതെ നമുക്ക് അവരെ എതിർത്ത് നിൽക്കാനോ എടുക്കാനുള്ള സാധനങ്ങളൊന്നും നമുക്കില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഇതൊന്ന് കാണാം, ഞങ്ങളുടെ വീടിൻ്റെ ഈ മൂലഭാഗം തന്നെ കിടക്കുന്നത് കാണണം. ഇതെൻ്റെ വീടിൻ്റെ മൂലഭാഗമാണ് ഈ കിടക്കുന്നത്. ഈ ഭാഗം കൊണ്ട് അതിൻ്റെ അപ്പുറത്തോട് ഇടിഞ്ഞ് കിടക്കുകയാണ്. ഇതിൻ്റെ ഈ കിണർ നിൽക്കുന്നതിൻ്റെ മൂലഭാഗം ഇടിഞ്ഞ് കിടക്കുകയാണ്. ഈ കിണറിൽ നിന്ന് ഇത് എത്ര മീറ്റർ കൃത്യമായിട്ട് എനിക്കറിയില്ല, ഇത്രയും അകലമുണ്ട്. അപ്പം അത്രയും മണ്ണ് മാറിക്കഴിഞ്ഞാൽ 38 തൊടി താഴ്ചയുള്ള എൻ്റെ കിണറ്റിലെ വെള്ളം വരെ ഇതിൽ നിന്ന് മാറിക്കുവാൻ. ഈ സ്ഥലം ഞാൻ വാങ്ങിയ പ്രകാരം സംബന്ധിച്ചാൽ യാതൊരു പണി വീടിൻ്റെ പണി തുടങ്ങുന്നതിന് വേണ്ടി വീടിൻ്റെ പ്രോജക്റ്റിൻ്റെ പണി തുടങ്ങുന്നതിന് വേണ്ടി ജോലിയിൽ നിന്ന് അപേക്ഷ കൊടുത്തി. അപ്രകാരം സംബന്ധിച്ചാൽ ഈ വിനോദ് എന്ന് പറയുന്ന കക്ഷി പഞ്ചായത്തും മറ്റുമെല്ലാം ഞാൻ 2021 ഇത് കൊടുക്കുകയും അപ്രകാരം സംബന്ധിച്ചാൽ വിനോദ് ഇതിന് നടപടിയായിട്ട് പോവുകയും അപ്രകാരം സംബന്ധിച്ചാൽ ഇവിടെ ഞാൻ മുകളിൽ നിന്നും 14 മീറ്റർ വിട്ടും ഈ രണ്ട് സൈഡിൽ നിന്നും 4 മീറ്റർ വീതം വിട്ട് മണ്ണെടുക്കുന്നതിന് വേണ്ടിയുള്ള പെർമിഷൻ ജിയോളജിയിൽ നിന്ന് ഞാൻ നമുക്ക് കിട്ടി. അപ്രകാരം മണ്ണെടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഈ വിനോദ് ഇതിനെ മാനദണ്ഡങ്ങളൊന്നും ഇല്ലാതെ ചെയ്യുന്നെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് തടയുകയും അങ്ങനെ പിന്നെ ഇന്നലെ ഡേറ്റ് എന്ന് വെച്ചാൽ ഇന്നലെ തീയതിയോ ചടയമൽ പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഉദ്യോഗസ്ഥർ വരികയും അവർ വന്ന് സ്ഥലം സന്ദർശിക്കുകയും അവർ വന്ന് നേരെ സ്ഥലം നോക്കിയിട്ട് ഇന്ന രീതിയിൽ മുകളിൽ സൈഡ് വാൾ അടിച്ചു കൊടുക്കണമെന്നും സൈഡിൽ സൈഡ് വാൾ അടിക്കണമെന്ന് പറഞ്ഞ് മണ്ണെടുക്കുന്നതിന് വേണ്ടി ഇന്ന് 10 മണിക്ക് എഗ്രിമെൻ്റ് എഴുതാമെന്നുള്ള അഭിപ്രായ പ്രകാരം നമ്മൾ പിരിയാനും ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് എന്നിട്ട് സംബന്ധിച്ചാൽ ഇതുപോലെ ആൾ വന്ന് മണ്ണെടുക്കുന്നത് ഇത് എഗ്രിമെൻ്റ് കഴിഞ്ഞ് മതിയെന്ന് പറയുകയും ഇപ്പോൾ അവർ നേരെ സംബന്ധിച്ചാൽ ഇതിനെ പിന്നെ തടസ്സമായിട്ട് നിൽക്കുന്നു. അത് അത്രയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പേര് കക്കോട് സുരേഷനാണ്. വേടൻ ഗോത്ര മഹാസഭയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അതുപോലെ തന്നെ ആദിവാസി ദളിത് സമിതിയുടെയും ആദിവാസി ഗോത്ര മഹാസഭയുടെയും സംസ്ഥാന പ്രസിഡിയം മെമ്പറാണ് ഗീതാനന്ദൻ നയിക്കുന്ന പ്രസ്ഥാനത്തിൽ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇന്ന് നിലവിലിരിക്കുന്ന കേരളത്തിനകത്ത് ഭൂ മാഫിയകളുടെ ഇടപെടലും മറ്റിതര പ്രസ്ഥാനങ്ങളുടെ
നല്ല രീതിയിൽ റവന്യൂ വകുപ്പിനോടുള്ള വിഷയം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പൊതുസമൂഹത്തിന് അറിയാം. അതോടൊപ്പം പറയാനുള്ളത്, ഇന്ന് ഈ വിഷയത്തിൽ നമ്മുടെ ശ്രീമാൻ വിനോദ് പറഞ്ഞതുപോലെ ഒരു 6 മാസത്തിന് മുമ്പ് ഈ വിഷയം നടക്കുകയും ആ വിഷയത്തിന് വിനോദ് എന്നോട് സൂചിപ്പിച്ചത് അവർ ഏകദേശം 10-45 അടിയോളം മണ്ണ് ഇടിച്ച് താഴ്ത്തിയാൽ നമ്മുടെ കുടിവെള്ള സ്രോതസ്സായ കിണറിൽ വെള്ളം പറ്റാനും സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ആ ഒരു അടിസ്ഥാനത്തിൽ അവർ നേരത്തെ തന്നെ പഞ്ചായത്തുകളിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്തിനും വില്ലേജിനും പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് അന്ന് ഏകദേശം 6 മാസത്തിന് മുന്നേ വിനോദ് എന്നോട് പറയും. അതിനുശേഷം ആ പരാതി ഏത് അടിസ്ഥാനത്തിലായിരുന്നോ എന്തായിരുന്നോ യാതൊരു വിവരവും ഇതുവരെ വിനോദിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല. ആ കിട്ടാത്ത സാഹചര്യത്തിൽ ഇന്ന് രാവിലെ കൃത്യം 6:15 എന്നെ വിളിച്ചു പറയും വീണ്ടും ഇതുപോലെയുള്ള JCB മറ്റും വാഹനങ്ങളൊന്ന് മണ്ണിടിച്ച് തുടങ്ങുന്നു. ഞാൻ അപ്പോൾ വിനോദിനോട് ചോദിച്ചത്, വിനോദെ മറ്റ് ഉദ്യോഗ തലങ്ങളിൽ നിന്നും നമുക്ക് എന്തെങ്കിലും പേപ്പർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ വിനോദ് എന്നോട് പറഞ്ഞത് ആകപ്പാടെ അവർ കിട്ടിയത് ജിയോളജിയുടെ പെർമിഷൻ ആണെന്ന് പറയുന്നു. അത് വാസ്തവമാണോ അല്ലെങ്കിൽ അറിയത്തില്ല. രണ്ടാമത് ജിയോളജിയും പഞ്ചായത്തും അനുമതി കൊടുത്തിട്ടുണ്ടോ, ആ അനുമതി കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടല്ലോ, ആ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിത് പറഞ്ഞ ഇത്തരം പ്രശ്നങ്ങൾ ശരിക്കും എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാർ എവിടെയൊക്കെ റോഡ് പരിസരങ്ങളിൽ താമസിക്കുന്നു അവിടെ വേറൊരു ഇടപെടൽ, അത് രാഷ്ട്രീയമായിട്ടായിരിക്കാം, സാമൂഹികമായിട്ടായിരിക്കാം, മറ്റു ഇതര മാഫികളാണ്. ഈ റോഡിൽ നിന്നും അടുത്ത് നിൽക്കുകയാണെങ്കിൽ അതിനെ പുറത്തേക്കാക്കുക, ഇതൊരു നിഗൂഢമായ ലക്ഷ്യമാണ്. ഈ മണ്ണിടിച്ച് മാറ്റിയ മുകളിൽ നിന്ന് മൊത്തം വന്ന് ഈ വീട്ടിൽ വന്ന് വീണ് ഈ വീട് മൊത്തത്തിൽ പോകും. അതുകൊണ്ട് ഈ മണ്ണിടിക്കാൻ നമുക്ക് ഒട്ടും സമ്മതമല്ല. ഈ ബാക്ക് സൈഡിൽ തന്നെ കല്ല് ആ പെരടം മേടിച്ച് അന്നോട്ട് കല്ല് വന്ന് വീണ് വീട് തകർന്ന് കിടക്കുക. അത് പറഞ്ഞപ്പോൾ ഇന്നലെ അങ്ങേരെ എന്നോട് ഒപ്പിട്ട് കൊടു ഈ മണ്ണിടിച്ച് മാറ്റാൻ പൈസ തരാന്ന് പറഞ്ഞു. ഇന്നലെ ഇവിടെ വന്ന് രാത്രി സംസാരിച്ച് വേറെ ഒരേ കാര്യങ്ങൾ പറഞ്ഞ് മുട്ടാപ്പോക്ക് പറഞ്ഞ് ഇതെല്ലാം അങ്ങേർക്ക് ഇടിച്ചു മാറ്റണം, ആ മൂല തൊട്ട് ഇടിച്ചു മാറ്റുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം ഇടിച്ചു മാറ്റിയ മേളിൽ ഇരിക്കുന്ന മണ്ണല്ല ഈ വീട്ടിന്റെ മണ്ടയിലെ വന്ന് ഇടിഞ്ഞ് വീഴുള്ളൂ. നമ്മൾ പിന്നെ എങ്ങോട്ട് പോകും? നമ്മളെങ്ങോട്ട് പോകുമെന്ന് പറയാം. ഇവരെല്ലാരും ഒത്തു കളിച്ച് ചേർന്ന് ഇതിങ്ങനെയൊക്കെ സംസാരിക്കെടുക്കുകയും ചെയ്ത് ഈ മണ്ണിടിച്ചോണ്ട് പോയാൽ നമ്മൾ ഏത് നാട്ടിലോട്ട് പോകും? ഈ അറിയാമത്ത കൊച്ചുങ്ങളെ കൊണ്ട് ഞങ്ങൾ ഈ വീട്ടിൽ കിടക്കുകയാണ്. ഈ വീടും പെരടവും വെട്ടി നമ്മൾ എങ്ങും പോകൂല. നമ്മളെ തള്ള മരിച്ചെങ്കിലും നമ്മളെ ഈ നാടും വീടും വിട്ടെങ്ങും പോണില്ല. വലിയ വലിയ ആൾക്കാര് അത് ചെയ്തു തരാം ഇത് ചെയ്തു തരാന്ന് പറഞ്ഞ് പഞ്ചായത്തിൽ പറയുമ്പോ അവരിത് ഏൽക്കൂല. ഈ മണ്ണ് ഇവിടെ ഇടിഞ്ഞു വീണ് പൈപ്പിൽ ഒരു തുള്ളി വെള്ളമില്ല എന്ന് പറയുമ്പോൾ അവര് വിളിച്ച് പറഞ്ഞാൽ ഇവിടെ വെള്ളം ഇടും. കിണറാണെങ്കിൽ കിണറ് നശിച്ച് കിടക്കുന്നു. എന്നാൽ കിണറ്റിന് പഞ്ചായത്തിൽ കൊടുത്തതാ, കിണറ്റിനും ഒന്നും ആയിട്ടില്ല. അവിടെ കിടപ്പുണ്ട് ആ കിണറ്. ഒരു കുടിവെള്ളം പോലും ഇല്ലാതെയാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത് തന്നെ. കേട്ടോ, അതിനുമ്പ് ഇത് പ്രവർത്തിപ്പിക്കരുത്. അത് നിർത്തിവെക്കാൻ വേണ്ടി പറയാൻ വന്നു.